തൽക്കാലം പോച്ചൊക്കെ ഒരു മരത്തിന്റെ വേരാണ് ഈ കാണുന്നത്. പലകമാതിരി ഇതൊരു സർവ്വവനമാണ്. വനത്തിൽ അനുമതിയില്ലാതെ ഒരു ഫോട്ടോ എടുത്തു. ഞാൻ ഇവിടെ സ്റ്റെപ്പുണ്ട്. പക്ഷെ അവിടെ ഇല വയ്ക്കുന്നുണ്ട്. ഇലകൾ നടക്കണം. ചിമ്മിനി ഡാമിൽ നിന്ന് വരുമ്പോഴുള്ള റിയർ വ്യൂ പോയിൻ്റാണിത്. ചിമ്മിനി ഡാമിൽ നിന്ന് വരുമ്പോൾ കാണുന്ന റിവർ വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. റോഡിനോട് അടുത്ത് ചേർന്ന് പോകുന്നൊരു റിവറാണിത്. അവിടെ ഒരു പുൽമേട് പോലെ ഉണ്ട്. ഇതിന്റെ അപ്പുറത്തെ. നമസ്കാരം, എല്ലാവർക്കും ജിംനി എക്സ്പ്ലോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് ചൊക്കന എന്ന ഗ്രാമത്തിലേക്കാണ്. തൃശ്ശൂർ ജില്ലയിലെ ചൊക്കന. പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്. ഇവിടെ ആനയും ആളുകളുമെല്ലാം ഒരുമിച്ച് ഉള്ളൊരു സ്ഥലമെന്നുണ്ട്. കാട്ടാനകളിലെ ഭയങ്കരമായിട്ട് ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളത്. എന്തായാലും അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു. തൃശ്ശൂരിൽ നിന്ന് വരന്തരപ്പള്ളിയിൽ നിന്നും ചിമ്മിനി ഡാമിനിടയിൽ പാലപ്പള്ളി എന്ന സ്ഥലത്തു നിന്ന് തിരിഞ്ഞിട്ട് ആണ് പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് പാലപ്പള്ളി വെള്ളിക്കുളങ്ങര റൂട്ടിലാണ്. ചിമ്മിനി ഡാം കണ്ടുവരുന്നതാണെങ്കിൽ പാലപ്പള്ളിയിൽ നിന്ന് തിരിഞ്ഞ് നിങ്ങൾക്ക് പോകാവുന്നതാണ്. നമ്മളോട് പലരും പറഞ്ഞത് ഇവിടെ ഓരോ വളവ് തിരിയുമ്പോഴും സൂക്ഷിക്കണം, ഇവിടെ ആന ഉണ്ടാവും എന്നുള്ളതാണ്. രണ്ട് സൈഡും മുഴുവനായിട്ടും റബ്ബർ എസ്റ്റേറ്റാണ്. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്ര എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ അത് ഫോറസ്റ്റിൻ്റെ പ്രതീതിയുള്ള ഒരു യാത്ര എന്നാണ് പറയാനുള്ളത്. കാരണം രണ്ട് സൈഡും റബ്ബർ എസ്റ്റേറ്റ് മാത്രമാണ്. അതുപോലെ തന്നെ ഈ റോഡിൻ്റെ ഇടതുവശത്ത് മുഴുവനായിട്ടും ഒരു റിവറാണ് പോകുന്നത്. നേരത്തെ കണ്ടിരിക്കുന്ന റിവർ അങ്ങനെ ക്രോസ് ചെയ്തിട്ട് കൂടിയിട്ട് ഒരു റിവറാണ് ഫുള്ളായിട്ട് പോകുന്നത്. ഇവിടെ കരികുളം എന്ന സ്ഥലത്ത് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. നമുക്ക് ആ ബ്രിഡ്ജും കാണാം. അതാണ് ഇവിടെ പ്രത്യേകിച്ച് കാണാനുള്ളത്. പിന്നെ യാത്രാനുഭവമാണ് കൂടുതലായിട്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ സംസാരിക്കുന്നതിലും നല്ല നമുക്ക് യാത്ര ചെയ്ത് ഈ യാത്രാ അനുഭവം കൂടി ആസ്വദിക്കാം. നമുക്ക് യാത്ര ചെയ്യാം. ഇടുങ്ങിയൊരു പാലം നോക്കി ഒരു വണ്ടി കട്ടി പോകാമല്ലോ. അതിൻ്റെ അപ്പുറം ഇപ്പുറയും നമുക്ക് ഈ വഴിക്ക് തിരിച്ചു വരണ്ടേ. ഇത് വെള്ളം, നല്ലൊരു പുഴ, പിന്നെയും വെള്ളമുണ്ട്. തിരിച്ചു വരുമ്പോൾ നമുക്ക് ആന പിടിച്ചില്ലെങ്കിൽ അവിടെ നിന്നിട്ട് എടുക്കാം. നമ്മളെ പിടിച്ച് തിന്നാൻ ഇപ്പൊ തിന്നാൻ വേറെ കിട്ടാത്ത പോലെയാണ്. ഹാരിസൺ മലയാളം
മൂപ്പിളി എസ്റ്റേറ്റ്. മുപ്ലിയം എന്ന് പറയുന്നത്. അതിനാണ് മൂപ്പിളി എസ്റ്റേറ്റ്. അല്ല, മുപ്ലി നമ്മളവിടെ മുപ്ലി എന്ന് പറഞ്ഞ സ്ഥലം പറയും. അതാണിത്. ഗവൺമെന്റ് HSS കാട്ടിനടയില് കാനാട്ടുപാടം വിവിധ ചേഞ്ച്. പഴയ ക്ലാസ് മുറികളിലല്ല നമ്മൾ. എസ്റ്റേറ്റിന്റെ ഉള്ളിൽ സ്കൂള്. എന്ത് ആനകൾക്ക് സ്കൂൾ. എത്തി അറൈവിംഗ് അറ്റ് കരിക്കുളം ഹാങ്ങിങ് ബ്രിഡ്ജ്. ഡണ്ണാണ് ഡണ്ണ്. ഇവിടെ നോക്കി ഇതാണോ? ഒരാള് നിർത്തി അവിടെ ഒരു വണ്ടി നിർത്താനുണ്ട്. അല്ല, ഇത് ഇവിടെ ഒരു എന്താ സാധനങ്ങൾ കാണുന്നുണ്ട്. ബ്രിഡ്ജ് മാതിരി അങ്ങനെ ഉണ്ട്. അതിന്റെ അപ്പുറത്ത് കെട്ടി വെച്ചിട്ടുണ്ട്. എന്തോ അങ്ങനെ എന്തോ ആണ്. ഇതിന്റെ അപ്പുറത്ത് പാറ, അപ്പുറത്ത് എന്താണ് എന്തായാലും ബ്രിഡ്ജ് ഇവിടെയാണ്. കഴിഞ്ഞു അതിന്റെ ഇത് കഴിഞ്ഞു. നിങ്ങളിപ്പോ ഇവിടെ കണ്ട ഒരു ചെറിയ റൂം പോലെ കെട്ടിയിരിക്കുന്നത് അവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. പക്ഷെ വളരെ തുരുമ്പൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് പ്രൈവറ്റ് എസ്റ്റേറ്റിലേക്കുള്ളത്. അത് ആ റൂമിൻ്റെ ഡോർ തുറന്നതിന് ശേഷം വേണം അങ്ങോട്ട് കയറാൻ. അത് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിന് തൊട്ടടുത്തായിട്ട് ഒരു ഹാങ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനടുത്തേക്കായിട്ട് പോവാണ്. സാധാരണ നമ്മൾ വീഡിയോ കാണുമ്പോഴൊക്കെ കാണുന്നത് ആ ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ആ ഹാങ്ങിങ് ബ്രിഡ്ജ് അതും പ്രൈവറ്റ് ആണ്. കാരണം വേറൊരു റബ്ബർ എസ്റ്റേറ്റിലേക്ക് പോകുന്നതാണ്. വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു അത്. അതിപ്പോൾ റിപ്പയറിങ് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അല്പം കൂടി പോയാൽ അത് കാണാം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ ഞങ്ങൾ ആനയൊന്നും കണ്ടില്ല. വഴിയിൽ കണ്ട ആൾക്കാരുടെയൊക്കെ നമ്മൾ സംസാരിച്ച് പറഞ്ഞത് പണ്ടൊക്കെ ഇവിടെ ആന വരുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ആനയൊന്നും വരുന്നില്ല. ഇവിടുത്തെ നാട്ടുകാർ തന്നെ ആനയൊക്കെ കണ്ടിട്ട് ഏതാണ്ട് 1.5 മാസം മുമ്പാണ് കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഇടതു സൈഡിലുള്ള പുഴയുടെ മറു സൈഡിൽ ആനകൾ വരാറുണ്ട്. പക്ഷേ പുഴ ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് ആന വരുന്നപ്പോൾ വളരെ കുറവാണ്. കാരണം ഇവിടെ റബ്ബർ എസ്റ്റേറ്റ് മാത്രമാണ്. തന്നെയല്ല, ഇപ്പോൾ വളരെയധികം ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ട് കൂടി ആയിരിക്കാം. പണ്ടൊക്കെ ആനശല്യം എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ ആനകളൊന്നും അങ്ങനെ ഇവിടെ വരാറില്ല. എന്നാലും ഈ ചൊക്കനയിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടുത്തെ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയും. വളരെയധികം നല്ല കാഴ്ചകളുള്ളൊരു സ്ഥലമാണ്. കേരളത്തിന് ഇതുപോലെ ഒരു ശാന്തമായിട്ടുള്ളൊരു വില്ലേജ് നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മളങ്ങനെ ആ ഹാങ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഹാങ് ബ്രിഡ്ജിലേക്ക് കൂടി ഒന്ന് കയറി അതിൻ്റെ ഒരു അനുഭവം കൂടി നിങ്ങൾക്ക് വിവരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ അല്പം കൂടി കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് യാത്ര അവസാനിപ്പിച്ച് തിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. സംഭവം അത് തന്നെയാണ്. റിസ്ക് തന്നെയാട്ടാ. തൂക്കിയിട്ടിരിക്കണ പോലത്തെ ഒരു ബ്രിഡ്ജാണ്.
കുഴപ്പമില്ല അല്ലേ? ഈ പുഴ എവിടെ വരെ പോകുന്നുണ്ട് ഇങ്ങനെ? കുറുമാലിയിലേക്ക് തന്നെ വരും അല്ലേ? ഇതവിടെ വെള്ളിക്കുളങ്ങര ഭാഗത്തുനിന്ന് വരുന്നതാണോ അത്? ചൊക്കനാണ് തന്നെ അല്ലേ? ചിമ്മിനി ഡാമിൽ ഞങ്ങൾ പോയി. ചിമ്മിനി ഡാമിൽ വെള്ളമൊന്നുമില്ല. അവിടെ പേടിച്ച് പറഞ്ഞപ്പോഴേ കൊടിങ്ങാണ്ട് ഇതല്ല ഇത് രസം. സൈഡ് കമ്പി തിരിക്കാണ് പോരാ. ഇപ്പൊ ആനൊന്നും വരാറൊന്നുമില്ല. നമ്മുടെ ബിസ്ക്കറ്റ് തിന്നോടങ്ങി കൊടുത്തു നോക്കൂല. അപ്പോൾ നിങ്ങൾ ആ ഹാങ് ബെഡിൻ്റെ വിശേഷം കൂടി കണ്ടു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് യാത്ര ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇവിടെ ഒരു ക്യാൻറ്റീനുണ്ട് എസ്റ്റേറ്റിൻ്റെ. ഇവിടെ നിന്നൊരു ചായ കുടിച്ചിട്ട് നമുക്കിവിടെ യാത്ര അവസാനിപ്പിക്കാമെന്ന് വരുന്നു. ഇവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടുണ്ട്. ഗ്രൗണ്ടിനകത്ത് നിറയെ പശുക്കളാണ്. ആനയെ കണ്ടില്ലെങ്കിലും കുറേ പശുക്കളെ കണ്ടു. ഒരിക്കൽ കൂടി വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.